ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോണ സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമ്മളുടെ അകൃത്യമൊക്കെയും മോചിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ദൈവമക്കളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കണം. ദൈവമക്കളെ, എങ്ങനെയോ പള്ളിയിൽ പോകണോ വരണോ അങ്ങനെയല്ല. നമ്മൾ ഹൃദയശുദ്ധിയോടെ ദൈവത്തെ അന്വേഷിക്കണം. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുള്ളൂ. ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ദൈവം ഒരു നാളും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അതാണ് ഇസ്രായേൽ മക്കളുടെ അടുത്ത് ദൈവം പറഞ്ഞു, ദൈവം പാളയത്തിൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ വസ്ത്രങ്ങളെ അലക്കി കുളിച്ച് നിങ്ങൾ ശുദ്ധരായിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കാൻ പഠിക്കണം. പള്ളിയിൽ പോകണു, ഒരു പാട്ട് പാടണു, ഒരു വചനം പഠിക്കണു, കുട്ടിക്ക് വന്ന് ബൈബിൾ വെച്ചിട്ട് അടുത്ത ആഴ്ച ബൈബിൾ എടുത്തിട്ട് പള്ളിയിൽ പോകണു, അങ്ങനെയല്ല. ദിവസം വേദം പഠിച്ച് നമ്മൾ കർത്താവിന് നന്ദിയുള്ളവരായി ഇരിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ഹൃദയശുദ്ധി ഉള്ളവരായി ഇരിക്കണം. അപ്പോഴേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുള്ളൂ. ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.